കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിലയിരുത്തലും സംഘം നടത്തും. ഇന്ന് വൈകിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. മാർച്ച് ആദ്യ ആഴ്ചയോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. സിജോ വിജോൺ വിവരങ്ങൾ നൽകും. സിജോ, അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുൻപായി വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കേരളം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന കാര്യം കൂടിയുണ്ട്. അതിനു മുൻപേയുള്ള മുന്നൊരുക്കങ്ങൾ, അതിന്റെ പൂർത്തീകരണത്തിന്റെ വിശദാംശങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാനാണോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളുടെ സന്ദർശനം? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ സ്വീകരിക്കേണ്ട ഒരുക്കങ്ങൾ, നടപടികൾ, കാര്യങ്ങൾ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ഈ SIR വോട്ടർ പട്ടിക കാര്യങ്ങൾ, വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടത്തിയിരുന്നു. അതിന്റെ ഒരു വിലയിരുത്തൽ, ആ രണ്ട് കാര്യങ്ങളാണ് ഈ സംഘം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ കമ്മീഷനിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരും ജൂനിയർ ലെവൽ ഓഫീസേഴ്സുമാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. വൈകിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കറുമായി പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ ഒരുക്കത്തിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാർച്ച് ആദ്യ ആഴ്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് കമ്മീഷൻ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തുന്നത്.